ഇപ്പോ ഒരാള് കൂടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനമുണ്ട്. വന്ദനെ, നീ ഇങ്ങനെയൊന്ന് ചാരിയിരിക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ. പക്ഷെ ഇപ്പം നിന്റെ സാമീപ്യം എന്നെ ചുട്ടു കൊള്ളിക്കുന്നത് പോലെ എന്തോ ഒരു കുറ്റബോധം എന്നെ വേട്ടയാടുന്നു. വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടിയിരുന്ന രാജീവിനെ കൊന്നവനാണ് ഞാൻ. എന്താ ജഗന്റെ ഉള്ളിൽ എന്തോ സങ്കടമുള്ളത് പോലെ? അത് പിന്നെ വിക്രം മുത്തശ്ശി കാണാൻ വന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അയാളോട് വന്ദനയുടെ പ്രകാശേട്ടൻ ദേഷ്യത്തോടെ സംസാരിച്ച ശരിയായില്ല. സഹോദരിയെ കൊന്നൊന്ന സംശയം കൊണ്ടാ. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ സമയവും സന്ദർഭവും നോക്കണമായിരുന്നു. എന്താ വന്ദനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. വർഷയുടെ അപകടത്തിന് പിന്നില് എനിക്കും വിക്രമിന് സംശയമില്ലാതില്ല. പക്ഷേ അതിന് തെളിവില്ല. തെളിവ് കിട്ടും വരെ വിക്രം സഹതാപം അർഹിക്കുന്നുണ്ട്. ഭാര്യ മരിച്ചതിന് ശേഷം ആദ്യമായി ഭാര്യ വീട്ടിൽ വന്ന വിക്രമിനോട് അങ്ങനെയൊന്നും പ്രകാശിടം പറയാൻ പാടില്ലായിരുന്നു. ഞാൻ വിക്രമിനോട് മര്യാദ കാട്ടിയത് അതുകൊണ്ട് മാത്രം. വന്ദനെ, ഈ മുറിക്കുള്ളിലെ ജീവവായു കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ ആ ആക്സിഡന്റിന്റെ കാര്യം നിന്നോട് പറയാതെ ഇനിയും മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ ഹൃദയം പൊട്ടി ചത്തുപോകും. ജഗ, വിക്രം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെയുള്ളവരെ ആശ്വസിപ്പിക്കാനോ അതോ സ്വയം ആശ്വസിക്കാനോ? അച്ഛമ്മയെ കാണാനാണെങ്കിൽ ഒച്ച അനക്കോ ഇല്ലാതെ കള്ളനെ പോലെ വന്നത് എന്തിനായിരിക്കും? അയാൾ ഒളിച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അതെ, ഒളിച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. എന്നാലും എന്റെ വർഷമോള് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ?